എനിക്ക് ഈ അടുത്ത് ഭയങ്കര ആഗ്രഹം തോന്നി. അബ്രോഡ് പോയി പഠിച്ചാലോ? സ്കോളർഷിപ്പ് സെറ്റാക്കി കൊടുത്തു. പിന്നെ അങ്ങോട്ട് റെഫർ ചെയ്തു. ഓഫർ ലെറ്റർ വന്നു. കാര്യങ്ങളൊക്കെ. അവിടെ സ്വർഗ്ഗമാണ്. അവിടെ പോയാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. അവിടെ പോയാൽ വീട്ടുകാരെ രക്ഷപ്പെടുത്താം. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ വർക്കിന് കയറുകയാണോ? അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഇനി എങ്ങനെ അബ്രോഡ് പോകും? അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യണ്ടേ? അപ്പോഴേക്കും എന്താ അവസ്ഥ? മറ്റേതല്ലേ ടൈം വേസ്റ്റ് ചെയ്യല്ലേ? നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ അവിടെ പോയിട്ട് ACCA പഠിക്കാനാണ്. ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സിദ്ധാർത്ഥ് ബാക്ക് വിത്ത് അനദർ വീഡിയോ. എനിക്ക് ഈ അടുത്ത് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അബ്രോഡ് പോയി പഠിച്ചാൽ എന്താ? അവിടെ പോയിട്ട് കുറേ ക്യാഷ് ഉണ്ടാക്കാം, വീട്ടിലേക്ക് അയക്കാം, മറ്റേതാക്കാം, മറിച്ചതാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ കൂടെ പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഇൻസ്റ്റഗ്രാം എടുത്ത് അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തു. ആദ്യം വന്ന കുറച്ച് പേജുകളൊക്കെ ഞാൻ ഞെക്കി അവരുടെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസമായി. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും എനിക്ക് മുടങ്ങാതെ ഓരോ കോൾ വെച്ചെങ്കിലും വരും. അതും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജൻസീസാണ്. അപ്പോൾ അങ്ങനെ അബ്രോഡ് സ്റ്റഡീസിൻ്റെ എല്ലാ A to Z ഡീറ്റെയിൽസും എനിക്ക് മനസ്സിലായി. കാരണം 20 ദിവസം ഒരേ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും അത് പഠിക്കുമല്ലോ. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ പറയുന്നുണ്ട് കുറേ പേർക്ക് സ്കോളർഷിപ്പ് സെറ്റാക്കി കൊടുത്തു, പിന്നെ അങ്ങോട്ട് റെഫർ ചെയ്തു, ഓഫർ ലെറ്റർ വന്നു, കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഇതിന് എത്രത്തോളം ആൾക്കാർ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അബ്രോഡ് ലക്ഷങ്ങൾ മുടക്കി പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. സോ നിങ്ങൾക്ക് ACCA പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, ACCA അല്ലെങ്കിൽ BCom ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എങ്ങനെ യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ അബ്രോഡ് പോകാം എന്നൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ACCA കഴിഞ്ഞാൽ അബ്രോഡ് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ACCA അബ്രോഡ് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയാം. സോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. വീഡിയോ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ? ഇതെൻ്റെ പുതിയ ഫോണിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിടാം, അല്ലെങ്കിൽ ഐക്കണിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിടാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു ഡിസ്ക്ലൈമർ തരട്ടെ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ആരെയും നിർബന്ധിച്ച് നിങ്ങൾ അബ്രോഡ് പോകണം, അവിടെ സ്വർഗ്ഗമാണ്, അവിടെ പോയാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, അവിടെ പോയാൽ വീട്ടുകാരെ രക്ഷപ്പെടുത്താം, അങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് ആരോടും പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ക്ലിക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആളില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ 6000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന അത്യാവശ്യം ഒരു വലിയ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ഈ 6000 സബ്സ്ക്രൈബേഴ്സ് 2024 തന്നെ എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഞാൻ ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ 2025 ജാനുവരി സെക്കൻഡ് വീക്ക് തന്നെ നമ്മൾ 6000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. ചാനൽ ആദ്യം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അവരൊക്കെ ഇപ്പോഴും എൻ്റെ വീഡിയോസിന് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ എന്തിനാണ് ഈ അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം എക്സൈറ്റഡ് ആവുന്നത്? അതിൻ്റെ റീസൺ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുമോ? ഏജൻസീസ് പറയുന്നത് കേട്ട് അത് മാത്രം വിശ്വസിച്ച് ഞാൻ വീഡിയോ ചെയ്യല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ എൻ്റെ UK കസിൻസിനോടും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എൻക്വയറി ചെയ്ത് അവരോട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം അവരുടെ ഒരു മറുപടി കൂടി കിട്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ +2 കഴിഞ്ഞും ഒരു കോളേജിലോ കാര്യങ്ങളോ ഒന്നും പോകാതെ നേരെ ACCA എടുത്തു. ACCA പഠിച്ച് കഴിയാനായി ഒരു 8-9 പേപ്പറൊക്കെ ആയി നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു, ഇനി എന്ത് ചെയ്യും? ACCA തുടങ്ങിയിട്ട് 3 കൊല്ലം ആയിട്ടുള്ളൂ. നിങ്ങൾ +2 കഴിഞ്ഞ ഉടനെ ACCAക്ക് ചേർന്നതാണ്. ഇതിനൊരു ഹയർ സ്റ്റഡീസ് ഇല്ലേ? നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നേരെ വർക്കിന് കയറുകയാണോ? ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ACCA കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല, പക്ഷെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഇതിന് പുറമേയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് അറിയുന്ന കാര്യങ്ങളെ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, ACCAക്ക് ഏറ്റവും വാല്യൂ ഉള്ള കൺട്രി എന്ന് പറയുന്നത് UK ആൻഡ് അയർലാൻഡ് ആണ്. ഇതിൽ തന്നെ ഏറ്റവും വാല്യൂ ഉള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് UK ആണ്. കാരണം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ACCA ഒരു UK ബേസ്ഡ് കോഴ്സാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞോണമെന്നില്ല. നമ്മുടെ ACCAയുടെ 9 പേപ്പർ എന്ന് പറയുന്നത് UK ഒരു അണ്ടർ ഗ്രാജുവേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡിഗ്രി ഒക്കെ എടുക്കൂലേ, ഡിഗ്രിയുടെ അതേ വാല്യൂ ആണ് നമുക്ക് UK 9 പേപ്പർ ACCAക്ക്. സോ നിങ്ങൾക്ക് 9 പേപ്പർ മാത്രമേ കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും നമുക്ക് അബ്രോഡ് പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കേട്ടോ നമ്മളൊക്കെ അറിഞ്ഞു വരുന്നത്. ഞാനിത് സ്പെസിഫിക്കലി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ACCA പഠിക്കുന്ന എല്ലാവരും ഡിഗ്രി ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ACCA പഠിക്കുന്ന പലരുടെയും ഡിസ്റ്റൻറ്റ് ഡിഗ്രി ആകെ കുഴപ്പത്തിലായിരിക്കും. കാരണം എൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ഡിഗ്രി ഇപ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊന്നും. അവർക്ക് മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരില്ല, ഫോൺ വിളിച്ചാലും അറ്റൻഡ് ചെയ്യില്ല. ഞാൻ രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിസ്റ്റൻറ്റ് ഡിഗ്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഇനി എങ്ങനെ അബ്രോഡ് പോകും, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലോ എവിടെയെങ്കിലുമൊക്കെ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സാധനം മാൻഡറ്ററി ആണ്. സോ നമുക്ക് UK അല്ലെങ്കിൽ അയർലാൻഡ് ഈ 2 കൺട്രീസിൽ പോകാൻ എക്സ്ട്രാ ഒരു ഡിഗ്രിയുടെ ആവശ്യമില്ല. മിക്കവാറും എല്ലാ ഏജൻസീസും നമുക്ക് ആ ഒരു ബേസിൽ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തരും. അതിനൊരു ഫീസ് വരിക 12 ലക്ഷം തൊട്ട് 16 ലക്ഷം 20 ലക്ഷം അങ്ങനെയൊക്കെയാണ് വരിക. ഇതിൽ തന്നെ ഇനി സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വരും 2-3 ലക്ഷം രൂപ. അങ്ങനെ അതൊക്കെ കുറഞ്ഞ് ഒരു 14-15 ലക്ഷമൊക്കെയാണ് ഒരു ആവറേജ് ഒരു നല്ല കോളേജിനൊക്കെ നമുക്ക് ചിലവ് വരിക.
പിന്നെ ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് 1 ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ ആ 1 ഇയർ നിൽക്കാനുള്ള ലിവിങ് എക്സ്പെൻസ് കൂടി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഒരു 10-12 ലക്ഷം രൂപ കൂടി എക്സ്ട്രാ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. അത് നമ്മളായിട്ട് ഉണ്ടാക്കുക, ലോൺ എടുക്കുക, കാര്യങ്ങളൊന്നും വേണ്ട. അതിന് പ്രൈവറ്റ് ഏജൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരത് സപ്പോർട്ട് ചെയ്ത് തരും. അവർക്ക് അതിൻ്റെ 5% കമ്മീഷനോ അങ്ങനെ എന്തോ കൊടുത്താൽ മതി. അതങ്ങനെ വലിയൊരു എമൗണ്ട് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് UK-ലോ അയർലൻഡിലോ ഒക്കെ ACCAയുടെ ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും ഏറ്റവും ഡിമാൻഡ് ഉള്ളതും എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആണ്. പിന്നെ അതേപോലെ രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് അനലിറ്റിക്സ് ആണ്. ഈ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്കില്ല് അല്ലെങ്കിൽ നോളജ് കൂടി നമുക്ക് കിട്ടുന്നതുകൊണ്ട് കുറച്ചും കൂടി വൈഡ് റേഞ്ച് ഓഫ് ജോബ്സിൽ നമ്മൾ എക്സ്പോസ് ആവുകയാണ്. നമുക്ക് അത്രയും വേറെ ടൈപ്പ് ജോബിന് പോകാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതിനെപ്പറ്റി അന്വേഷിച്ചു, ഇങ്ങനെ മാസ്റ്റേഴ്സിനാണോ അതോ നമ്മുടെ 13 പേപ്പർ ACCAക്കാണോ കൂടുതൽ വാല്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അവൾ പറഞ്ഞത് നമ്മൾ 13 പേപ്പർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ ഡിമാൻഡ്. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു റൂട്ട് മാത്രമാണ് ഈ 1 ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാം. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നിങ്ങളിങ്ങനെ തപ്പി വരുമ്പോൾ ഇവർ നമ്മളെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കും. ലൈക്ക് ഞാനിപ്പോൾ ACCAയിൽ 9 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ് നമുക്ക് ഈ 9 പേപ്പറിൻ്റെ ബേസിൽ പോകാം, 3 മാസത്തിനുള്ളിൽ ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പാകത്തിനാക്കി തരാമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു നോക്കും, നമ്മളിങ്ങനെ 13 പേപ്പർ ചെയ്തിട്ട് പോകാനാണ് ഒന്നുകൂടി താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് പറയും ഇനിയിപ്പോൾ 1 കൊല്ലം കൂടി വെയിറ്റ് ചെയ്യണ്ടേ, അപ്ലൈക്കിന് എന്താവും അവസ്ഥ, മറ്റേതല്ലേ, ടൈം വേസ്റ്റ് ചെയ്യല്ലേ, എടുക്കാൻ പോണ മാസ്റ്റേഴ്സ് അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ ഈ ട്രാപ്പ് പോയി പെടരുത്. നിങ്ങൾ ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് 9 പേപ്പറല്ല, അത് കംപ്ലീറ്റ് ചെയ്യുക, 13 പേപ്പറും കംപ്ലീറ്റ് ചെയ്യുക. കാരണം അതിന് തന്നെയാണ് അവിടെ കൂടുതൽ വാല്യൂ. സോ നിങ്ങൾ ഈ മാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ACCA 13 പേപ്പർ വേണം. കാരണം മാസ്റ്റേഴ്സ് ചെയ്യുന്നവർ ഇപ്പോൾ BComൽ വന്നിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ BBA കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യുന്നവരുണ്ട്. ഇവരും നമ്മളൊക്കെ ഒരേ ലെവലല്ലല്ലോ വരിക. കാരണം നമ്മൾ എത്രയാണെങ്കിലും ഒരു ചെറിയൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണല്ലോ, ആ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഗ്രാജുവേഷൻ എടുത്ത് പോവുക, എന്നിട്ട് അവിടെ പോയി PG ചെയ്യുക, അതാവരുത് നമ്മുടെ ലെവല്. നമ്മൾ 13 പേപ്പറും കംപ്ലീറ്റ് ചെയ്യുക, ഒരു ACCA അഫിലിയേറ്റ് ആവുക, എന്നിട്ട് മാത്രം അബ്രോഡിലേക്ക് ശ്രമിക്കുക. അതിപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും സിമ്പിളായി പറഞ്ഞതാണ്. അതല്ലെങ്കിൽ നമുക്ക് 3-4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് അബ്രോഡ് അങ്ങനെ പോവാം, അല്ലെങ്കിൽ പിന്നെ സ്പൗസ് വിസയിൽ പോവാം, അതിന് കല്യാണം കഴിക്കണം. പിന്നെ ഞാൻ കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ അവിടെ പോയിട്ട് ACCA പഠിക്കാമെന്നാണ്. നിങ്ങൾ ഒരിക്കലും ഒന്നും പോയി ചെയ്യരുത് കേട്ടോ. കാരണം നിങ്ങളുടെ പാരൻസിനോടും നിങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആയിരിക്കും അത്. കാരണം ഇവിടെ നമുക്ക് വെറും 4-5 ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അവിടെ പോയിട്ട് എത്ര ഇരട്ടിയാണ് നിങ്ങൾ അവിടെ പോയി ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നത്. പിന്നെ അവിടെ ലീവിങ് എക്സ്പെൻസ് എന്താണ്. പിന്നെ അവിടുന്ന് ACCA പഠിച്ചുകൊണ്ട് അവിടെ PR കിട്ടിക്കോണമെന്ന് ഒരു നിർബന്ധമില്ല. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമുക്ക് PR ഒക്കെ കിട്ടാൻ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കൺട്രിയാണ്. പിന്നെ അവിടെ നല്ല സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെ എക്സ്പെൻസും ഉണ്ട്. സോ നിങ്ങൾ ACCA പഠിക്കാനായിട്ട് അതിന് പോകരുത്. കാരണം നമുക്ക് ഇവിടെ ഇരുന്നും നമുക്ക് പഠിക്കാം, നമ്മുടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ നിന്നോ ഒക്കെ പഠിക്കാം. സോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്, അത് കുറച്ച് ഇമ്പൾസീവായി പോകും. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷേ പിന്നെ എല്ലാ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ്. നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. വീഡിയോ ഓൾമോസ്റ്റ് തീരാനായി. ഞാൻ ഒന്നും കൂടി പറയുന്നു, ഞാൻ ആരെയും ഈ വീഡിയോയിൽ അബ്രോഡ് പോകാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു ഗൈഡൻസ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. കുറച്ച് ഐഡിയാസ്, ഇന്നതാണ് കാര്യങ്ങൾ. കാരണം നിങ്ങൾ ഒന്നും അറിയാതെ ഏജൻസിക്കാർ മാത്രം പറയുന്ന കേട്ട് ഒരു ട്രാപ്പിൽ പെടുന്നതിനെക്കാട്ടും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ജെന്യൂനായിട്ട് അറിയുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തായാലും ACCA ചേരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ +2 ഡിഗ്രിയോ കഴിഞ്ഞിട്ട് ACCA ചേരാൻ ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനും നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിനും അനുസരിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. സോ നമ്മുടെ ഈ ചാനലിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറും അതേപോലെ തന്നെ Instagram ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ കയറുക, എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.